ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ കുറേ ആയി ലോങ് വീഡിയോസ് ഒക്കെ ചെയ്തിട്ട്. വേറൊന്നുമല്ല, എക്സാം ഒക്കെ ആയതുകൊണ്ട് കുറച്ച് ബിസിയായി പോയി. എന്നാലും സാരമില്ല, ഇന്ന് വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വിഷയം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലത്തെ മണ്ണ് വെച്ചിട്ട് നമുക്ക് എങ്ങനെ ക്ലേ ഉണ്ടാക്കാം എന്നാണ്. കുറേ പേര് ഇങ്ങനെ വീട്ടിലത്തെ മണ്ണ് ഉപയോഗിച്ചിട്ട് ക്ലേ ഉണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടിട്ട് എനിക്കും ഒരു ആഗ്രഹം തോന്നിയിട്ട് ഉണ്ടാക്കിയതാണ്. സംഭവം ശരിയായി കിട്ടുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല, കാരണം ഇവിടുത്തെ മണ്ണ് അത്ര സ്യൂട്ടബിൾ അല്ല എന്നാണ് അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു ഇതും ശരിയായി കിട്ടില്ല എന്നായിരുന്നു. പക്ഷേ സക്സസ് ആയാലും ഇല്ലെങ്കിലും പോസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് എടുത്ത് വെച്ചിട്ടുള്ള വീഡിയോ ആയിരുന്നു. പക്ഷെ എന്തായാലും ക്ലേ ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ആദ്യം തന്നെ ഒരു ബക്കറ്റിൽ കുറച്ച് മണ്ണ് കിളച്ചെടുത്തിട്ടുണ്ട്. കുറെ മണ്ണ് എടുത്തു എന്ന് പറഞ്ഞാൽ ക്ലേന്റെ ക്വാണ്ടിറ്റിയും കൂടും. ഇവിടെ ഞാൻ ഫസ്റ്റ് ടൈം ഉണ്ടാക്കുന്നത് കൊണ്ട് ഓവർ മണ്ണ് എടുത്തിട്ടില്ല. ആക്കി കുറച്ച് മണ്ണ് വെച്ചിട്ട് ചെയ്ത് നോക്കാന്ന് വിചാരിച്ചു. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താന്ന് വെച്ചാൽ, മണ്ണ് എടുക്കുന്ന സമയത്ത് പുറമേ ഉള്ള മണ്ണ് എടുക്കാണ്ട് അടിയിലുള്ള മണ്ണ് ഉണ്ടാവുമല്ലോ, അതായത് കുറച്ചും കൂടെ കിളച്ചിട്ട് വരുന്ന മണ്ണ് എടുക്കാൻ നോക്കുക. അതാവുമ്പോൾ കല്ലും കട്ടയും ഇല്ലാതെ നമുക്ക് മണ്ണ് കിട്ടും. അതിനുശേഷം ഇതുപോലെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒരു കമ്പ് വെച്ചിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. എന്നിട്ട് എന്താ, ഇതിനെ ഒന്ന് ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. കുറച്ചു നേരം മണ്ണ് ഇങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെച്ചു എന്ന് പറഞ്ഞാൽ അടിയത്തെ കട്ടയായിട്ടുള്ള മണ്ണൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് നല്ലപോലെ കുതിർന്നു വരും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നത്. അങ്ങനെ റെസ്റ്റിംഗ് എല്ലാം കഴിഞ്ഞ ശേഷം നമുക്ക് ഒന്നും കൂടി ഇതിന്റെ നല്ലപോലെ ഇളക്കി കൊടുത്തിട്ട് ഇതൊന്ന് അരിച്ചെടുക്കാം. അരിക്കാനായിട്ട് ഞാൻ ഇതുപോലത്തെ ഒരു തോർത്തിന്റെ തുണിയാണ് എടുത്തിട്ടുള്ളത്. അതൊന്നും ഒരു ബക്കറ്റിന്റെ മേലെ ഇതുപോലെ ഒന്ന് കെട്ടിക്കൊടുത്തിട്ട് നമുക്ക് അരിച്ചെടുക്കാം. ഞാനിവിടെ കൈ വെച്ചിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുന്നുണ്ട്. അതാവുമ്പോൾ കട്ടയായിട്ടുള്ള മണ്ണുണ്ട് എന്ന് പറഞ്ഞാൽ അതിനെയൊന്നും നമുക്ക് കുതിർത്തെടുക്കാൻ പറ്റും. അതുമാത്രമല്ല, മണ്ണിൽ കുറച്ചധികം കല്ലൊക്കെ ഉണ്ട്. അപ്പോൾ കൈ കൊണ്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുമ്പോൾ കുറച്ച് കല്ലൊക്കെ കിട്ടുമ്പോൾ അതൊക്കെ എടുത്തു മാറ്റാൻ ഭയങ്കര എളുപ്പമാണ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നത്. ഈ ഒരു പ്രോസസ്സ് 2-3 തവണ കണ്ടിന്യൂ ചെയ്യണം. ഇങ്ങനെ 2-3 തവണ അരിച്ചെടുക്കുമ്പോഴും നമുക്ക് കുറച്ച് കുറച്ച് കുഞ്ഞു കുഞ്ഞു കല്ലുകളൊക്കെ കിട്ടും. അപ്പോൾ അതൊക്കെ ഒന്ന് അവോയ്ഡ് ചെയ്തു എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്ലേ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് 2-3 തവണ അരിച്ചെടുക്കുന്നത്. അങ്ങനെ ഞാൻ ഇവിടെ തുണി ഉപയോഗിച്ചിട്ടാണ് അരിച്ചെടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ നെറ്റ് പോലത്തെ സംഭവങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞാൽ അത് ഉപയോഗിച്ചിട്ട് നമുക്ക് അരിച്ചെടുക്കാൻ പറ്റും. അതല്ലാന്ന് പറയുകയാണെങ്കിൽ ഇങ്ങനത്തെ പഴയ തുണിയോ തോർത്തോ ഉപയോഗിച്ചിട്ട് നമുക്ക് അരിച്ചെടുക്കാൻ പറ്റും. അങ്ങനെ 3 തവണ അരിച്ചെടുത്ത വെള്ളം ഞാൻ ഒരു 5 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഒരു മിനിമം 3 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം എന്നാണ്. അങ്ങനെ 5 മണിക്കൂറിന്റെ റെസ്റ്റിന് ശേഷം നമുക്ക് തെളിഞ്ഞ വെള്ളം മേലെ നിൽക്കുന്നത് കാണാൻ പറ്റും. അടിയിൽ കുറച്ച് നമ്മുടെ ക്ലേ ഉണ്ടാവും, മേലെ തെളിഞ്ഞ വെള്ളമായിരിക്കും ഉണ്ടാവുക. ഇനി മേലെ തെളിഞ്ഞു വന്ന വെള്ളം നമുക്ക് ആവശ്യമില്ല. അപ്പൊ അതൊന്ന് ഒഴിച്ചു കളയാം. അതിനായിട്ട് ഞാൻ ഇവിടെ കപ്പ് ഉപയോഗിച്ചിട്ട് ഒഴിച്ചു കളയുന്നുണ്ട്. അതിനുശേഷം അവസാനം എത്തുമ്പോൾ കുറച്ച് വെള്ളം ഉണ്ടാവും. അത് വന്നിട്ട് തുണിയോ സ്പോഞ്ചോ ഉപയോഗിച്ചിട്ട് നമുക്ക് എടുത്ത് കളയാവുന്നതേ ഉള്ളൂ. അങ്ങനെ ഇതാ വെള്ളം എല്ലാം കളഞ്ഞ ശേഷം നമ്മുടെ ക്ലേ ഇവിടെ എത്തിയിട്ടുണ്ട്. അടിയിലുള്ള ക്ലേ ഇതാണ്. അപ്പൊ ഇതിനെ ഒന്ന് കിഴി കെട്ടി കൊടുക്കണം. അപ്പോ കിഴി കെട്ടാനായിട്ട് ഞാൻ ഇതുപോലെ ഒരു ബക്കറ്റിൽ ഒരു തുണി വിരിച്ചു കൊടുക്കുന്നുണ്ട്. അതിന്റെ മേലെ നമ്മുടെ ക്ലേ ഒഴിച്ചു കൊടുക്കും. അങ്ങനെയാണ് കിഴി കെട്ടി കൊടുക്കുന്നത്. അങ്ങനെ ഇതാ നമ്മൾ കിഴി കെട്ടി എടുത്തിട്ടുണ്ട്. ഇനി മഴയൊന്നും ഇല്ലാന്ന് പറയുകയാണെന്ന് വെച്ചാൽ മരത്തിൽ ഇങ്ങനെ തൂക്കിയിടാവുന്നതേ ഉള്ളൂ. ഇനി കിഴി തൂക്കിയിടാൻ പറ്റിയില്ല എന്ന് വെച്ചാൽ ഇതുപോലെ തുണിന്റെ മേലെ വെച്ചു കൊടുത്താൽ മതി. കോട്ടൺ തുണിന്റെയോ ഏത് തുണിന്റെ മേലെ വെച്ചു കൊടുത്താൽ മതി. അത് വെള്ളം വലിച്ചെടുത്തോളും. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, തുണി ഫുള്ളായി നനഞ്ഞു കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ തുണി ഒന്ന് മാറ്റി കൊടുക്കണം. അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇങ്ങനെ കിഴിയെല്ലാം കെട്ടിക്കഴിഞ്ഞ ശേഷം ഒരു 10 മണിക്കൂറെങ്കിലും ഇതുപോലെ ഒന്ന് വെക്കണം. അതിനുശേഷം ഇതാ ഞാൻ ഓപ്പൺ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നമുക്ക് ക്ലേ ഇതുപോലെ കിട്ടും. ഇതിനെ ഒന്ന് പരത്തി വെച്ച് കൊടുക്കണം. പരത്തി വെച്ചിട്ട് ഒരു 5-6 മണിക്കൂറെങ്കിലും ഇതുപോലെ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഡയറക്റ്റ് വെയിലത്ത് വെച്ചിട്ടൊന്നും ഉണക്കാൻ പാടില്ല. അങ്ങനെ വെയിലത്ത് വെച്ച് ഉണക്കുകയാണെന്ന് വെച്ചാൽ ക്രാക്സ് വീഴാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വീട്ടിന്റെ ഉള്ളിൽ തന്നെ വെച്ചിട്ട് ഉണക്കുന്നതാണ് സേഫ്. അങ്ങനെ ഇതാ ഒരു 5-6 മണിക്കൂറിന്റെ റെസ്റ്റിന് ശേഷം നമ്മുടെ ക്ലേ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിനെ ഒന്ന് കുഴച്ച് പരത്തിയെടുക്കാം. ഇവിടെ ചിലപ്പോൾ ടൈമിങ്ങിന് വ്യത്യാസം വരാം. അതായത് ഞാൻ ഇവിടെ ഒരു 5 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടാണ് എനിക്ക് ക്ലേ സെറ്റ് ആയിട്ടുണ്ടായിരുന്നത്. ചിലവർക്ക് ആ ഒരു 5 മണിക്കൂർ എന്നുള്ളത് ഒരു 4 മണിക്കൂർ ആവാം, അല്ലെങ്കിൽ ഒരു 6 മണിക്കൂർ ആവാം. അത് നിങ്ങൾ എടുക്കുന്ന മണ്ണിന്റെ കൺസിസ്റ്റൻസി അനുസരിച്ചിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഇടയ്ക്ക് തൊട്ട് നോക്കിയിട്ട് ക്ലേ റെഡിയായോ ഇല്ലയോ എന്ന് മനസ്സിലാക്കാൻ പറ്റും. കയ്യിൽ ഇങ്ങനെ ഒട്ടിപ്പിടിക്കുകയാണെന്ന് വെച്ചാൽ ക്ലേ റെഡി ആയിട്ടില്ല. കയ്യിൽ അങ്ങനെ ഒട്ടിപ്പിടിക്കുന്നില്ല എന്നാണെന്ന് വെച്ചാൽ ക്ലേ റെഡിയായി എന്നാണ് അർത്ഥം. അതായത് കയ്യിൽ ഇങ്ങനെ മണ്ണൊക്കെ ഒട്ടിപ്പിടിച്ച് നിൽക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ ക്ലേ റെഡി ആയിട്ടുണ്ടാവില്ല. അതല്ലാതെ ഇങ്ങനെ ചപ്പാത്തി മാവ് പോലെ കുഴയ്ക്കാൻ പറ്റുന്ന കൺസിസ്റ്റൻസി ആയി എന്ന് പറഞ്ഞാൽ ക്ലേ റെഡിയായി എന്നാണ് അർത്ഥം. അങ്ങനെ ഇതാ നമ്മുടെ ക്ലേ കുഴച്ച് ഈ ഒരു ഷേപ്പിലാക്കി വെച്ചിട്ടുണ്ട്.
ഈ ഒരു മെത്തേഡ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി വല്ല ഡൗട്ട് ഉണ്ടെന്ന് വെച്ചാൽ കമന്റ് ചെയ്തോളൂ, ഞാൻ എന്തായാലും റിപ്ലൈ തരാം. അപ്പോൾ ഈ ഒരു ക്ലേ യൂസ് ചെയ്തിട്ട് കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടാക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ വീഡിയോസ് ഒക്കെ ഉടനെ തന്നെ വരും. അത് മാത്രമല്ല, നിങ്ങൾക്ക് വല്ല സജഷൻസ് ഒക്കെ ഉണ്ടെന്ന് വെച്ചാൽ അതും പറയാം. അതായത് ഈ ക്ലേ വെച്ചിട്ട് എന്തൊക്കെ ഉണ്ടാക്കണം എന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാൻ കൂടെ മറക്കരുത്. അപ്പോൾ ആരും ആ വീഡിയോസ് ഒന്നും മിസ്സാക്കണ്ട. ഇപ്പൊ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. അപ്പൊ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക.